നമസ്കാരം. 2025 ജൂലൈ 1 മുതൽ ഡൽഹിയിൽ 15 വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും ഇന്ധനം ലഭിക്കില്ല എന്ന് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് അറിയിച്ചിരിക്കുകയാണ്. ഡൽഹി ഉൾപ്പെടെയുള്ള NCRലെ മുഴുവൻ പ്രദേശങ്ങളിലും മലിനീകരണം തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. NCR മേഖലയിൽ മറ്റു ഭാഗങ്ങളിൽ ഘട്ടം ഘട്ടമായി ഇത് നടപ്പിലാക്കും. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി ഡൽഹി സർക്കാർ എടുത്തു എന്നത് നോക്കിക്കഴിഞ്ഞാൽ NCRലെ മലിനീകരണത്തിന്റെ പ്രധാന കാരണം ഗതാഗത മേഖലയാണ്. റോഡുകളിൽ ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് പഴയ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി ഓടുകയും വായു മലിനീകരണവും ചെയ്യുന്നത്. 2025 വരെയുള്ള കണക്ക് പ്രകാരം ഡൽഹിയിൽ മാത്രം 27.5 ദശലക്ഷത്തിലധികം വാഹനങ്ങൾ നിശ്ചിത കാലത്തിലധികം പഴക്കമുള്ളതാണ്. ഈ വാഹനങ്ങൾ നിരത്തിലോടുമ്പോൾ വായു ഗുണനിലവാരം വഷളാകും. ഉത്തരവിൽ പറയുന്ന പ്രധാന നിർദ്ദേശങ്ങൾ 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും 50 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും ഇന്ധനം നൽകില്ല. ഡൽഹിയിൽ 2025 ജൂലൈ 1 മുതൽ ഈ ഉത്തരവ് നടപ്പിലാക്കും. NCR നഗരങ്ങളായ ഗുരുഗ്രാം, ഫരീദാബാദ്, ഗാസിയാബാദ്, ഗൗതം ബുദ്ധാനഗർ, സോണിപത്ത് എന്നിവിടങ്ങളിൽ 2025 നവംബർ 1 മുതൽ ഈ ഉത്തരവ് നടപ്പിലാകും. 2026 ഏപ്രിൽ 1 മുതൽ NCR പ്രദേശങ്ങളിലെ ബാക്കി പ്രദേശങ്ങളിലും ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. പഴയ വാഹനങ്ങൾ കണ്ടെത്തുന്നത് ഇപ്രകാരമായിരിക്കും. അതായത് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിൽ ഓട്ടോമേറ്റഡ് നമ്പർ പ്ലേറ്റ് തിരിച്ചറിയൽ ക്യാമറകൾ സ്ഥാപിക്കും. ഇത് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്യും. ഈ ഡേറ്റ വാഹനങ്ങൾ ഡേറ്റാബേസുമായി ലിങ്ക് ചെയ്തിരിക്കും. ഇത് വാഹനം എത്ര പഴക്കമുള്ളതാണ് എന്ന് ഉടനടി അറിയാൻ സാധിക്കും. അത്തരം വാഹനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിൽ ഇന്ധനം ലഭിക്കില്ല. അത്തരം വാഹനങ്ങൾ പിടിച്ചെടുത്ത് സ്ക്രാപ്പിനായി അയക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഡൽഹി NCRലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പെട്രോൾ പമ്പുകളിൽ ഇത്തരം ക്യാമറകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകേണ്ടി വരും. പഴയ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിനായി ഗതാഗത നിരീക്ഷണ ക്യാമറകൾ, കമാൻഡ് കൺട്രോൾ സെന്ററുകൾ, കവലകളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ എന്നിവയെ ഉപയോഗിക്കും. കോടതി ഉത്തരവ് പ്രകാരമോ അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക നിയമമോ പ്രകാരം ഒഴിവാക്കപ്പെട്ട വാഹനങ്ങളെ മാത്രമേ ഈ ഉത്തരവിൽ നിന്നും ഒഴിവാക്കൂ. പൊതുജനങ്ങളോടുള്ള സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഉത്തരവ് കൃത്യമായി പാലിക്കണമെന്നും NCRന്റെ വായു ഗുണനിലവാരം ഉള്ളതായി സൂക്ഷിക്കുന്നതിൽ സഹകരിക്കണമെന്നും എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷനും ഡൽഹി സർക്കാരും ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.